ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഈ ഒരു പാസേജാണ്. ഒരു ചെസ് ബോർഡിലെ പോലെ വെള്ളയും കറുപ്പും കളങ്ങളായിട്ടുള്ള ഫ്ലോറിങ്, അത് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ആംബിയൻസ് വേറെ ലെവലിൽ എത്തിക്കുന്നു. ഈ ഒരു സ്പേസിനെ കേന്ദ്രീകരിച്ചാണ് വീട്ടിലെ ബാക്കി ഇടങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിലാണ്. ഇവിടെയുള്ള ബിസിനസ്സുകാരനായിട്ടുള്ള റാം വിനോദിൻ്റെയും കുടുംബത്തിൻ്റെ വീടാണ്. ഏകദേശം 35 സെൻറ്റിൽ 4400 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ ഒരുക്കിയ മനോഹരമായൊരു വീട്. വിവിധ ശൈലികളുടെ ഒരു സങ്കലനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ട്രോപ്പിക്കൽ, ട്രഡീഷണൽ, മോഡേൺ, കൊളോണിയൽ ശൈലികളെല്ലാം വളരെ ഭംഗിയായിട്ട് സമന്വയിപ്പിച്ചൊരു വീട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഗേറ്റ് തൊട്ട് തുടങ്ങാം. കോട്ടൺ സ്റ്റീലിൽ CNC ജാളി ഫിനിഷ് ചെയ്തൊരു ഗേറ്റാണ്. ഓട്ടോമേറ്റ് ചെയ്യാവുന്നൊരു ഗേറ്റാണ്. വീട് പോലെ തന്നെ ചുറ്റുപാടുകളും മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കോബിൾസ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പം നാച്ചുറൽ സ്റ്റോണും ഗ്രാസും ഇവിടെ കലർത്തി വിരിച്ചു. നിറയെ പച്ചപ്പും ഹരിതാഭയമാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം ഫലവൃക്ഷങ്ങൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. ഇപ്പം തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ഹോം ടൂർ എപ്പിസോഡുകളിലൊക്കെ ഇതുപോലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് മഴയും കൂടെ ഉണ്ടാവും. അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. ഒറ്റ നിലയിൽ ഒരു ആലിൻ്റെ ശിഖരങ്ങൾ പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഈ വീട്. പല തട്ടുകളായിട്ട് ചരിഞ്ഞ ഓട് വിരിച്ച മേൽക്കൂരയാണ് വീടിൻ്റെ പുറം കാഴ്ചയുടെ ഒരു ഭംഗിയെന്ന് പറയുന്നത്. അത് GI ട്രസ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീടിന് ചുറ്റും ധാരാളം ചെടികൾ നിറച്ചിട്ടുണ്ട്. കലാത്തിയ, ലൂട്ടിയ, ടെർമിനാലിയ, മോൺസ്റ്റേറ. ആ ഒരു കൊളോണിയൽ ശൈലി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കമാനാകൃതിയിൽ അല്ലെങ്കിൽ ആർച്ച് ഷേപ്പിലുള്ള ധാരാളം ജാലകങ്ങൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വീടിൻ്റെ പുറം കാഴ്ചയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിക്കും ഒരു കോർട്ട്യാർഡാണ്. അതിന് ചുറ്റും നിറയെ പച്ചപ്പ് നൽകി അലങ്കരിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം യങ് ആർക്കിടെക്ട്സ് ആണ് ഈ മനോഹരമായിട്ടുള്ള നിർമ്മിതിയുടെ പിന്നിൽ. അവരിലൊരായിട്ടുള്ള അർജുൻ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നിങ്ങളുടെ ഫേമിൻ്റെ പേര്? ഫേമിൻ്റെ പേര് ഡിസോൾ സ്റ്റുഡിയോ എന്നാണ്. എറണാകുളം ബേസ്ഡ് ഫേമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കൂടാതെ 2 പാർട്ട്നേഴ്സും കൂടെ ഉണ്ട്. ആർക്കിടെക്ട് അനന്തൻ, ആർക്കിടെക്ട് അനൂപ്. അപ്പോൾ ഒരു ഒറ്റ നിലയിൽ ഒരു ആലിൻ്റെ ശാഖകൾ പോലെ പടർന്നു കിടക്കുന്ന ഹരിതാപമായിട്ടൊരു വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ജേർണി എങ്ങനെയായിരുന്നു എന്ന് ചുരുക്കി പറയാം. വീടിൻ്റെ ഓണർ മിസ്റ്റർ റാം വിനോദ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന മനോജ് സാർ വഴിയാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. പുള്ളിയുടെ മോള് ആർച്ച വിനോദാണ് ഞങ്ങളുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്തത് പ്രൊജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സെയിം ഏജ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരുന്നു. മിസ്റ്റർ റാം വിനോദിന് അതൊരു കൊളോണിയൽ സ്റ്റൈലിൽ വേണമെന്നുണ്ടായിരുന്നു. ആർച്ചയ്ക്ക് അതൊരു പറയുകയാണെങ്കിൽ ഒരു കേരള സ്റ്റൈലും പ്ലസ് യൂറോപ്യൻ ഇൻഫ്ലുവൻസും കൂടെ മിക്സ് ചെയ്തൊരു സ്റ്റൈലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് എങ്ങനെ ഒരു റൂഫിന് അണ്ടറിൽ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു ഒരു ചലഞ്ച്. അത് ഏകദേശം നമുക്കൊരു 3-4 ഡിസ്കഷനിലൂടെ തന്നെ അത് ഏകദേശം പൂർത്തിയാക്കാൻ പറ്റി. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ലോങ് സ്ട്രെച്ച് റോഡാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ എലവേഷൻ വരുമ്പോൾ തന്നെ ഒരു മാസിങ് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഇത് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അഴിച്ചിട്ട ഈറനണിഞ്ഞ മുടിയിടകൾ പോലെ മനോഹരമായിട്ടുള്ള ദൃശ്യം. വീട്ടിലേക്ക് സ്വാഗതമരുളുന്ന സിറ്റ് ഔട്ടിൻ്റെ 4 വശത്തും ഇതുപോലെ കർട്ടൺ ക്രീപ്പറുകൾ കൊണ്ട് പച്ചപ്പിൻ്റെ ആവരണം തീർത്തിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതിൽ ധാരാളം കോയി കാർപ്പുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയമാണ്. പതിവ് വീടുകളുടെ സിറ്റ് ഔട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലേ ഔട്ടാണ്. ഇവിടെ ഒരു വശത്തായിട്ടൊരു സീറ്റിംഗ് സ്പേസ്, അവിടെ വാട്ടർ ബോഡി, മറുവശത്തായിട്ട് ഒരു ഗ്രീൻ ഓപ്പൺ കോർട്ട്യാർഡ്. അതിൽ കട്ടൻ ക്രീപ്പർ, മോൺസ്റ്റേറ, കലാത്തിയ, ലൂട്ടിയ, ചെമ്പ അടക്കമുള്ള ചെടികൾ ഹരിത സമൃദ്ധി നിറയ്ക്കുന്നു. അതിന് മധ്യത്തിലൂടെ പ്രധാന വാതിലിലേക്ക് നയിക്കുന്ന ഒരു പാസേജ്. പച്ചപ്പ് പുതച്ച ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്ന് പറയാം. ഒരു കാർ പോർച്ച്, വിശാലമായ ഒരു സിറ്റ് ഔട്ട്, ഒരു ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, വിശാലമായിട്ടുള്ള 3 ബെഡ്റൂംസ്, ബാത്റൂമുകൾ, പിന്നെ ധാരാളം കോർട്ട്യാർഡുകൾ, ഒരു സ്വിമ്മിംഗ് പൂൾ. ഇത്രയുമാണ് ഏകദേശം 4400 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയ സ്മാർട്ട് ലോക്കോട് കൂടിയ ഒരു പ്രധാന വാതിലാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളിൽ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാന വാതിൽ തുറന്ന് പ്രവേശിക്കുന്ന ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ലൊരു വിശാലതയുടെ അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കൊളോണിയൽ ഫീച്ചേഴ്സായിട്ടുള്ള ആർച്ച് ഷേപ്ഡ് ഫിക്സഡ് വിൻഡോസ് ഇവിടെ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ തീമിലാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. നിലത്ത് വുഡൻ ഫിനിഷ്ഡ് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ഫർണിച്ചറുകൾ. ഇവിടെ തടിയിൽ തീർത്ത ഒരു സർക്കുലർ ടീപ്പോ കൊടുത്തിട്ടുണ്ട്. ബേജ് ബ്രിക്ക് കളർ കോമ്പിനേഷനുള്ള കുഷൻ സീറ്റിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് ഗ്ലാസ് വിൻഡോയാണ്.
ഇത് തുറന്നാണ് നേരത്തെ പറഞ്ഞ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് കടക്കുന്നത്. ഇത്തരം ജാലകങ്ങളിലൂടെയൊക്കെ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. പകൽ സമയത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. യുണൈറ്റഡ് സെപ്റ്റിക് ടാങ്ക്, വിവിധ വലിപ്പത്തിൽ, ലോ കോസ്റ്റ്, ഈസി ടു ഇൻസ്റ്റോൾ, ഗ്യാരണ്ടീഡ് സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മുമ്പിലുള്ള ആ ഒരു കോർട്ട്യാർഡ്. പുറത്തെ പച്ചപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ്. ഇവിടെ ആർച്ച് ഷേപ്പിലുള്ള ഗ്രിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പുറത്തേക്ക് അത് ഓപ്പൺ ആണ്. പിന്നെ ഇതൊരു ചെറിയ പൂജാ സ്പേസ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. മുകളിൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസും ഇട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഈ ഒരു പാസേജ് ആണ്. അതായത് വീടിൻ്റെ മധ്യത്തിലുള്ള ചെറിയ പച്ചപ്പിലേക്ക് തുറക്കുന്ന രീതിയിൽ കമാനാകൃതിയിലുള്ള 8 വാതിലുകളാണ് ഈ ഒരു പാസേജിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറിങ്ങിന് വീടിൻ്റെ ആംബിയൻസ് എത്രത്തോളം ഉയർത്താൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ചെസ് ബോർഡിലെ പോലെ വെള്ളയും കറുപ്പും കളങ്ങളായിട്ടുള്ള ഫ്ലോറിങ്, അത് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ആംബിയൻസ് വേറെ ലെവലിൽ എത്തിക്കുന്നുണ്ട്. സ്വകാര്യത കണക്കിലെടുത്ത് പബ്ലിക്, സെമി പബ്ലിക്, പ്രൈവറ്റ് എന്നിങ്ങനെ സോണുകളായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈ ഒരു പാസേജിന് ചുറ്റുമായിട്ടാണ് ഈ വീട്ടിലെ ലിവിങ്, ഡൈനിങ്, 3 കിടപ്പുമുറികൾ എന്നിവ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്ന് ഇനി ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. പറഞ്ഞു വരുമ്പോൾ ആവർത്തനമാകും, പക്ഷേ ഇവിടെയും ആ ഒരു ആർച്ച് ഷേപ്ഡ് വാതിലുകളാണ് പ്രധാന ഹൈലൈറ്റ്. സോളിഡ് വുഡിൽ ഗ്ലാസ് ടോപ്പിൽ ചെയ്ത ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ സെറ്റാണ്. കുഷൻ സീറ്റിംഗ് ഉള്ള വുഡൻ ചെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു തീമിനോട് യോജിക്കുന്ന രീതിയിൽ വുഡൻ ഫിനിഷ്ഡ് ടൈൽസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആർച്ച് ഷേപ്ഡ് വാതിൽ തുറന്നാണ് ഇവിടുത്തെ ഒരു ചെറിയ പാറ്റിയോ സ്പേസിലേക്ക് കടക്കുന്നത്. അവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. പതിവ് വീടുകളിൽ നമ്മൾ കണ്ടു പരിചയിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ബൗളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരു കളർ തീമിലാണ് ഇവിടുത്തെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 12x14 ആണ് ഇവിടുത്തെ കിച്ചൻ്റെ സൈസ് വരുന്നത്. ഒരു റോയൽ ബ്ലൂ കളർ തീമിലാണ് ഇവിടുത്തെ ക്യാബിനറ്റ്സ് ഒക്കെ. ചെറിയ സ്ഥലത്തും പരമാവധി ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. HDHMR-ലാണ് ഈ ക്യാബിനറ്റുകളൊക്കെ. ഓവർഹെഡ് ക്യാബിനറ്റുകൾക്ക് ഫ്ലൂട്ടഡ് ഗ്ലാസും നൽകിയിട്ടുണ്ട്. കൗണ്ടറിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പ്ലാഷ് ബാക്ക് ഏരിയയിൽ ഒരു ഡിസൈൻ ടൈൽസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടൊരു കൗതുകം എന്ന് പറയുന്നത് പച്ചക്കറികളൊക്കെ ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്ലൈഡിങ് യൂട്ടിലിറ്റി ബോക്സ് ഇവിടെ കൊടുത്തു എന്നുള്ളതാണ്. അതങ്ങനെ അധികം വീടുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഏകദേശം ഇൻബിൽട്ടായിട്ട് അവൻ, ഫ്രിഡ്ജൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് അനുബന്ധമായിട്ടൊരു വർക്കിംഗ് കിച്ചണും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾക്ക് അതൊരു വിശാലമായൊരു റൂം സ്പേസ് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലാണ് ഇതിൻ്റെ ഒരു തീം ഒരുക്കിയിരിക്കുന്നത്. ഒരു പോസ്റ്റർ ബെഡും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാരലായിട്ടൊരു കോർട്ട്യാർഡ് സ്പേസും വരുന്നുണ്ട്. വിത്ത് സ്കൈലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് കോർട്ട്യാർഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളൊരു സീറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സീറ്റിംഗ് സ്പേസിൽ കൂടെ നമുക്ക് പൂൾ സൈഡിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. അത് ഫ്ലോറിങ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്. ആ ട്രഡീഷണൽ സ്റ്റൈലിൽ ഒന്ന് അസെൻജേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന വോക്ക് ഇൻ വാർഡ്രോബിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ടിൻഡർ ഗ്ലാസ്സിൽ ഗോൾഡൻ ഫ്രെയിംസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സറ്റിൽ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂംസിന് നമ്മൾ ഓരോ കളർ തീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ തീമാണ്. അതിൽ നമ്മൾ ഫ്ലൂട്ടൽ പാനൽസ് വെച്ചാണ് അതിൻ്റെ ഹെഡ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഒരു ചെറിയൊരു വാൾ ഫോളോ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു കർവി ഫീൽ വരുന്ന രീതിയിൽ ഒരു വാൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കർവ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു കർവി സ്കൈലൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ബേ വിൻഡോ ആണ്. ആ ബേ വിൻഡോയിൽ കൂടെ നമുക്കൊരു അപ്പുറത്തൊരു കോർട്ട്യാർഡ് സ്പേസും കൂടെ ചെയ്തിട്ടുണ്ട്. അത് വിഷ്വലാണ്. അപ്പം കൂടുതലും റെസ്റ്റിംഗ് സ്പേസ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വരുമ്പം ഒരു പ്രൈവസി കുറച്ചും കൂടെ കൂടുതലുള്ളൊരു വാർഡ്രോബ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറ് അതിന് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം തീം തന്നെയാണ് നമ്മൾ അതിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 3ാമത്തെ ബെഡ്റൂം, മകളുടെ ബെഡ്റൂമാണ്. ഒരു സിമ്പിൾ എലഗൻറ്റ് തീമിൽ ഒരുക്കിയ ബെഡ്റൂമാണ്. ഒരു ക്യൂൺ സൈസ് കോട്ട്. ഈ ഒരു ഹെഡ് സൈഡ് വോളിൽ വാൾപേപ്പർ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തു. അതിൻ്റെ താഴെ ഒരു മിലിറ്ററി ഗ്രീൻ കളർ തീമിൽ ഫ്ലൂട്ടഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിൻമുറ്റത്തേക്കും പൂളിലേക്കും ഒക്കെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു ഗ്രീൻ കളർ കുഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൈവസി നൽകാനായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് സ്പേസിലേക്ക് കടക്കുന്നത്. അത്യാവശ്യം വിശാലമായ ഒരുക്കിയ ഒരു സ്പേസാണ്. ഇവിടെ പ്ലൈ ലാമിനേറ്റ് ഫിനിഷിൽ ഫുൾ ലെങ്ത് വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നടുമുറ്റം ആയിട്ടുള്ള ഈ ഒരു സ്പേസാണ്.
കാരണം ഈ ഒരു സ്പേസിനെ കേന്ദ്രീകരിച്ചാണ് വീട്ടിലെ ബാക്കി ഇടങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു പാസേജും ബാക്കി ഇടങ്ങളും ഒക്കെ ഈ ഒരു നടുമുറ്റത്തെ കേന്ദ്രീകരിച്ചാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു മാങ്കുസ്തിയുടെ തൈ നട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെമ്പകവും കലാത്തിയും അടക്കമുള്ള ചെടികൾ ഇവിടെ ഹരിതാപം നിറയ്ക്കുന്നുണ്ട്. പൊതുവെ പുറത്തുള്ള ആൾക്കാരുടെ നോട്ടം പതിയുന്ന വീടിൻ്റെ മുൻമുറ്റമൊക്കെയാണ് ആൾക്കാർ ചിട്ടയായിട്ട് വെക്കാൻ ശ്രദ്ധിക്കാറ്. പിൻമുറ്റമൊക്കെ പലപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുമായിരിക്കും. പക്ഷേ ഇവിടെ വീടിൻ്റെ പിൻമുറ്റവും വളരെ ചിട്ടയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. വീടിനെ പൊതിഞ്ഞ് ചുറ്റും പച്ചപ്പാണ്. വീടിന് ചുറ്റും നടക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ കൊണ്ടൊരു ഡ്രൈവ് വേയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 35 സെൻറ്റിൽ 4400 സ്ക്വയർ ഫീറ്റിൽ ട്രോപ്പിക്കൽ, ട്രഡീഷണൽ, മോഡേൺ, കൊളോണിയൽ ശൈലികളുടെ മിശ്രണമായിട്ട് ഒറ്റ നിലയിൽ ഹരിതാപമായിട്ട് ഒരുക്കിയ ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളാക്കി രേഖപ്പെടുത്തൂ. മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.